ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മേഗൻ 2.0 നമ്മൾ കണ്ടു. മേഗൻ സിനിമയുടെ രണ്ടാം ഭാഗമാണ്. മേഗൻ കണ്ടുള്ളവർക്കറിയാം ആ ഒരു സിനിമ എങ്ങനെയാണെന്നുള്ളത്. നല്ല കിഡ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫണ്ണും എൻ്റർടൈൻമെൻറ്റും സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു നല്ല രസമുള്ള നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയായിരുന്നു മേഗൻ. അതുകൊണ്ട് തന്നെ അത് നല്ല ഹിറ്റുമായിരുന്നു. അതിനുശേഷം അതിൻ്റെ രണ്ടാം ഭാഗം വന്നിരിക്കുകയാണ് മേഗൻ 2.0. നമ്മൾ കണ്ടു. ഇതിനകത്ത് എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 1 ടൈം വാച്ചബിൾ ആണ്, സുഖമായിട്ടിരുന്ന് കാണാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ മേഗൻ കണ്ടുകൊണ്ട് അതുപോലത്തെ ഒരു സംഭവം പ്രതീക്ഷിച്ച് പോയാൽ നിങ്ങൾക്ക് അതുപോലത്തെ ഒരു സംഭവം അല്ല കിട്ടുക. ഇത് ഡിഫറൻ്റ് ആണ്. അതെന്താണെന്ന് ഞാൻ പറയാം. ഡിഫറൻ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ അതിൽ ആ ഒരു ഡിഫറൻഷിയേഷന് വേണ്ടി കൊണ്ടുവന്ന സംഭവം, ആ ഒരു മൊത്തത്തിൽ വന്നിരിക്കുന്ന ഒരു രീതി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഇഷ്ടപ്പെടാത്തത് എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്കിതിൽ വന്നിരിക്കുന്ന പെർഫോമൻസുകൾ കഴിഞ്ഞ പടത്തിലുണ്ടായിരുന്ന അതേ ആൾക്കാരൊക്കെ തന്നെ, ജമ്മ, കെ ഡിയെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ മേഗൻ എന്ന് പറയുന്ന റോബോട്ട് വരുന്നത്. അവളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് മേഗൻ്റെ മെയിൻ പരിപാടി. സോ അപ്പോൾ ആ ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. അവരൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഒരു വിഷയമില്ല. മേഗൻ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ, കഴിഞ്ഞ ആ ജനറേഷനിലെ പോലെ തന്നെ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കുട്ടി, ഒരു വിഷയമില്ല. എൻ്റെ മോൾക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു മേഗൻ്റെ എല്ലാ പരിപാടികളും. ഈവൻ അവസാനത്തെ എൻഡിങ്ങിൽ വരുന്ന ആ ഒരു സംഭവം, ഒരു പേപ്പർ ക്ലിപ്പിൻ്റെ സംഭവം അടക്കം എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മേഗൻ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അതിലത്തെ ആ ക്യാരക്ടർ കെ ഡിയും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഈ സിനിമയിൽ എല്ലാവരുടെ പ്രകടനവും സംഭവങ്ങളൊക്കെ അടിപൊളിയായി, മ്യൂസിക്കും എല്ലാം സെറ്റപ്പായിരുന്നു. പിന്നെ ഈ സിനിമയിൽ എന്താണ് ഞാൻ ഈ പറഞ്ഞ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേഗൻ എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം, കണ്ടവർക്കറിയാം. അതൊരു ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഒക്കെ കണക്ട് ചെയ്ത്, ആ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും മരിച്ചു പോയി, ഒരു കുട്ടി വിഷമിച്ചിരിക്കുന്നു, അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റോബോട്ട് വരുന്നു, അവളെ ഹെൽപ്പ് ചെയ്യുന്നു, അവൾ അതുമായിട്ട് അറ്റാച്ച്ഡ് ആകുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ഫാമിലി ടച്ചിങ് ഉള്ള ഒരു സിനിമയായിരുന്നു. നമുക്കത് ടച്ച് ആവും, നമുക്കത് ഫീൽ ആവും, ആ സിനിമ നമുക്ക് കണക്റ്റ് ആവും. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ആ എലമെൻറ്റുകൾ അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ ഈ സിനിമയുടെ പ്ലോട്ട് അതല്ല. ഇതിൽ അങ്ങനെ ഒരു ഫാമിലി ടച്ച് അല്ലെങ്കിൽ ഒരു കണക്ഷൻ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. പകരം ഈ ഒരു സംഭവത്തിനെ എടുത്തിട്ട് ഒരു നോർമൽ സൂപ്പർ ഹീറോ സയൻസ് ഫിക്ഷൻ മൂവിയുടെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിരിക്കുക. അതായത് നമുക്കറിയാമല്ലോ, സയൻസ് ഫിക്ഷൻ മൂവി, സൂപ്പർ ഹീറോ മൂവി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവഞ്ചേഴ്സ് ഒക്കെ പറഞ്ഞാൽ എന്താ നമുക്കറിയാം. വേൾഡ് അപകടത്തിലാണ്, ലോകം അപകടത്തിലാണ്, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. അത് സ്പൈഡർമാൻ ആയിക്കോട്ടെ, സൂപ്പർമാൻ ആയിക്കോട്ടെ, എന്ത് സിനിമ ആയിക്കോട്ടെ, ലോകം അപകടത്തിലാണ്, ലോകത്തെ രക്ഷിക്കാനാണ് ഹീറോകൾ വരുന്നത്. അതാണ് സ്ഥിരം പരിപാടിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഒരുപാട് ഹിറ്റുകളുണ്ട് കേട്ടോ അതിനകത്ത്. പക്ഷെ എന്നാലും സെയിം കഥ. ഇനിയിപ്പോൾ സൂപ്പർമാൻ വീണ്ടും വരാൻ പോകുന്നുണ്ട്, അതിനകത്തും ലോകം അപകടത്തിലായിരിക്കും, ലോകത്തെ രക്ഷിക്കാൻ വരും. ഇത് തന്നെ ഉണ്ടാവാൻ പോകുന്നത് നമുക്കറിയാം. ഇവിടെയും ഇതുപോലത്തെ ഒരു സൂപ്പർ ഹീറോ മൂവിയുടെ അകത്തേക്ക് മേഗനെ കയറ്റി വെച്ചിരിക്കുകയാണ്. AI എന്ന് പറയുന്നൊരു സംവിധാനം വളർന്നു വരികയും അത് ഭാവിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന ദോഷങ്ങളും, ഒരു റോബോട്ടിനെ AI റോബോട്ടിനെ ഉണ്ടാക്കുമ്പോൾ അത് കൺട്രോൾ നഷ്ടപ്പെട്ടാൽ, അത് സ്വന്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയാൽ വരുത്താവുന്ന പ്രശ്നങ്ങൾ. അമേലിയ എന്ന് പറയുന്ന ഒരു പുതിയ ക്യാരക്ടർ വരികയാണ്, ഒരു റോബോട്ട് വരികയാണ്, അതിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുകയാണ്. അത് സ്വയം ചിന്തിക്കുകയും അത് സ്വയം സർവൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തളയ്ക്കാൻ വേണ്ടിയിട്ടാണ് മേഗനെ വീണ്ടും, കഴിഞ്ഞ വർഷം കണ്ടവർക്ക് അറിയാം, മേഗനെ തകർത്ത് മാറ്റിയിട്ടേക്കുവാണ്, അതിനെ വീണ്ടും റീബിൽഡ് ചെയ്യുന്നത്. അങ്ങനെ ഇത് റീബിൽഡ് ചെയ്യുമ്പോൾ മേഗൻ റെഡിയായി, മേഗൻ സൂപ്പർ ഹീറോ ആ വില്ലനെ കൊന്ന് ലോകത്തെ രക്ഷിക്കുന്നു. ഈ രീതിയിലേക്കാണ് ഇത് പോകുന്നത്. ഇത് നമ്മൾ ഒരുപാട് കണ്ടു കഴിഞ്ഞ സംഭവമാണ്, ഈ ലോകത്തെ രക്ഷിക്കുന്ന പരിപാടി. ഇതാണ് ഈ സിനിമയിൽ എനിക്ക് വെറുപ്പ് തോന്നിയ ഒരു സംഭവം. മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് ലെക്ചറുണ്ട്. സയൻസ് ഫിക്ഷൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ പടത്തെ അങ്ങനത്തെ തള്ളൊന്നുമില്ല, വർത്താനമൊന്നുമില്ല. മേഗൻ ഇറങ്ങുന്നു, കളിക്കുന്നു, നല്ല രസമായിട്ടങ്ങ് പോയി. പക്ഷേ ഇവിടെ ഒരുപാട് ക്ലാസ് അതിനിടയ്ക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് AI അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ലെക്ചറിങ് അതിൻ്റെ ഇടയിൽ കാണുന്നു. അതൊക്കെ എനിക്കും ബോറടിയായിട്ട് തോന്നി, എൻ്റെ മകൾക്കും ബോറടിയായിട്ട് തോന്നി. സോ ഈ പടം ഈ രീതിയാണ്, ഒരു സയൻസ് ഫിക്ഷൻ മൂവി, ഒരു സൂപ്പർ ഹീറോ മൂവി, അതിനകത്തേക്ക് നമ്മുടെ ആ ക്യൂട്ട് നൈസ് മേഗനെ കയറ്റിക്കൊണ്ട് വെച്ചു. മേഗൻ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പതിവ് പോലെ ബോറായിട്ട് തോന്നി. സോ ഇതാണ് ഈ പടത്തിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ ടോട്ടാലിറ്റി നോക്കിയാൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് മേഗൻ ഇഷ്ടമാണെങ്കിൽ ഒരു തവണ പോയിട്ട് കാണാം. ഇതിനകത്ത് വേറെ വൾഗർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ബ്രൂട്ടാലിറ്റി ഉണ്ട്, ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രക്തം തെറിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ പോവാതിരിക്കുക. അല്ലാത്ത പക്ഷം സുഖമായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു സയൻസ് ഫിക്ഷൻ മൂവി. ആ സയൻസ് ഫിക്ഷൻ സൂപ്പർ ഹീറോ മൂവിക്കകത്ത് മേഗനാണ് സൂപ്പർ ഹീറോ, അത്രയും ഓർത്താൽ മതി. ഒരു സൂപ്പർ വില്ലനും ഉണ്ട്. ഇത്രയും ഉള്ളൂ ഇതിൻ്റെ ഒരു പരിപാടി. മൊത്തത്തിൽ ഒരു തവണ കാണാം. മേഗൻ, പഴയ മേഗൻ്റെ ആ ഒരു സെൻറ്റിമെൻ്റൽ ഫാമിലി കണക്ഷൻ പ്രതീക്ഷിച്ച് പോകരുത്. ഇത് വേറൊരു സംഭവമാണ്. സോ അപ്പോൾ അതാണ് മേഗൻ 2.0 കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യാം. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.